Next, objectives of auditing. Objectives of auditing can be classified into primary or main objective and secondary or incidental objectives. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഒബ്ജക്റ്റീവ്സും അതല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയും. രണ്ടാമത്തത് സെക്കൻഡറി ഓർ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് is to verify the accounts and to report whether the profit and loss account and the balance sheet are properly drawn up according to the Companies Act and they exhibit a true and fair view of the state of affairs of the concern. ഒരു ഓഡിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക, എന്നിട്ട് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ കൃത്യമായിട്ടാണ് ശരിയായ രീതിയിലാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അത് കമ്പനീസ് ആക്ടിൻ്റെ റൂൾസ് അനുസരിച്ചാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഫിനാൻഷ്യൽ പൊസിഷൻ അത് പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ കറക്റ്റായിട്ടാണോ കൃത്യമായിട്ടാണോ വിശ്വസിക്കാവുന്ന രീതിയിലാണോ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതാണ് ഓഡിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. It is actually an evaluation of financial statements to see whether they truly and fairly represent the actual financial position. അത് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഇവാലുവേഷനാണ്, ഒന്ന് പരിശോധന മാത്രമാണ്. എന്തിനാണ്? ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ ശരിയായ രീതിയിലാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ വഴിയൊക്കെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലാണോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഓഡിറ്റിങ്ങിൽ നോക്കുന്നത്. ഫോർ ദിസ് ദ ഓഡിറ്റർ മസ്റ്റ് ക്യാരി ഔട്ട് എ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ദി അക്കൗണ്ട്സ് ആൻഡ് അതർ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഈ എക്സാമിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും എല്ലാം പരിശോധിക്കണം. The auditor has to produce a report on the financial condition and working results of the organization after satisfying himself about the accuracy of the books of accounts. അതുകൊണ്ട് അതിനുശേഷം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. ഫിനാൻഷ്യൽ കണ്ടീഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് റിസൾട്ട്സും, ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തുള്ള സാമ്പത്തിക സ്ഥിതിയും അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് റിസൾട്ട്സും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി, കൃത്യത, അത് എത്രമാത്രം കറക്റ്റായിട്ടാണ് അതിനെക്കുറിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഓഡിറ്റർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക. ഫോർ ദ പർപ്പസ് ഹി മസ്റ്റ് എക്സാമിൻ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. അതായത് ഇൻറ്റേർണലായിട്ട് അവർ അക്കൗണ്ട്സും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു സിസ്റ്റം അത് എത്രമാത്രം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എക്സാമിൻ ചെയ്യണം. Check the arithmetical accuracy of the books of accounts. Accounts ഈ arithmetical accuracy, ഈ നമ്മൾ കണക്ക് എഴുതുന്നത് arithmetical ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വെരിഫൈ ദ authenticity and validity of the transaction with the relevant documents. Authenticity and validity of the transaction, അതായത് ശരിയായ രീതിയിൽ നടന്ന ട്രാൻസാക്ഷൻസ് തന്നെയാണോ ഈ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്, അതോ ഫേക്ക് ട്രാൻസാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അത് ശരിയായ ഡോക്യുമെൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ച് പരിശോധിച്ചിരിക്കണം. ഫോർത്ത് വൺ, സീ ദാറ്റ് എ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ. അതായത് ക്യാപിറ്റൽ ഐറ്റംസും ഉണ്ട്, റവന്യൂ ഐറ്റംസും ഉണ്ട്. ഇത് തമ്മിൽ കൃത്യമായ വേർതിരിവ്, അതായത് ക്യാപിറ്റൽ ഐറ്റംസ് തന്നെ പോവുക, റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് റവന്യൂ ഐറ്റംസ് ആയിട്ട് തന്നെ കണക്കാക്കിയാണോ പോയിരിക്കുന്നത്, അതെല്ലാം നേരത്തെ ചെയ്തിരിക്കുന്നതെന്നുള്ളതും ഉറപ്പുവരുത്തണം. ദെൻ വെരിഫൈ ആൻഡ് വാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ അത് വെരിഫൈ ചെയ്യണം, അതിൻ്റെ വാല്യൂം കറക്റ്റായിട്ട് കണക്കാക്കിയിരിക്കണം. സി വെദർ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോഡ് ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ കറക്റ്റ്ലി റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ്, അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം അത് സക്സസ്ഫുൾ ആണോ, അത് വിജയകരമാണോ, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിൽ സക്സസ് ആയിട്ടുണ്ടോ എന്നും നോക്കണം. ആൻഡ് വെരിഫൈ ദാറ്റ് ഓൾ ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആസ് റിഗാർഡ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാവ് ബീൻ ഡ്യൂലി കംപ്ലൈൻഡ് വിത്ത്. അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ചില നിയമവും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് തന്നെയാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നും ഉറപ്പുവരുത്തണം.
ഇത്തരം കാര്യങ്ങളാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇനി സെക്കൻഡറി ഒബ്ജക്റ്റീവ്. Secondary or incidental objectives. While examining the books of accounts and documents, certain errors and frauds may be detected by the auditor. അങ്ങനെ അയാൾ ബുക്കും ഡോക്യുമെൻറ്റ്സും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ചില എറേഴ്സും ഫ്രോഡ്സും ഒക്കെ ഓഡിറ്റർ കണ്ടെത്തിയിരിക്കാം. ആസ് ഡിറ്റക്ഷൻ ഓഫ് errors and frauds is not the primary objective of auditing, they are known as secondary or incidental objectives. അങ്ങനെ എറേഴ്സും ഫ്രോഡ്സും കള്ളത്തരങ്ങളും തെറ്റുകളും ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ല പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ളത് കൊണ്ട് അതിനെ സെക്കൻഡറി അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദീസ് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഈ പറഞ്ഞ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. ആദ്യം തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാം. രണ്ടാമത് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ്, കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാം. റിപ്പോർട്ടിംഗ് ടു ദ മാനേജ്മെൻറ്റ്, ഇത് രണ്ടും വന്നിട്ട് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, ഈ എറർ ഫ്രോഡുകളും വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുക, തടയുക. ഇങ്ങനെ 4 സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ് ഓഡിറ്റിങ്ങിൽ ഉള്ളത്. എന്താണ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് എറേഴ്സ് ആർ മിസ്റ്റേക്സ് ആൻഡ് ഒമിഷൻസ് മെയ്ഡ് അൺനോയിങ്ലി while recording the transactions in the books of accounts. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളും അതുപോലെ തന്നെ ഒമിഷൻസ് വിട്ടുപോയ കാര്യങ്ങളും, അതായത് ഏതെങ്കിലും ട്രാൻസാക്ഷൻ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും സമയം അത് അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ അതിനെ അക്കൗണ്ടിങ് എറേഴ്സ് എന്നാണ് പറയുന്നത്. They are innocently made mistakes which creeps in at various stages of accounting. അക്കൗണ്ടിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് അറിയാതെ ചെയ്തു പോകുന്നതൊക്കെയാണ് ഈ എറേഴ്സിന് വരുന്നത്. എറേഴ്സ് വിച്ച് അഫക്ട് ദ ട്രയൽ ബാലൻസ് ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന എറേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ദോസ് എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്ട് ദ ട്രയൽ ബാലൻസ് ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് ആൻഡ് ദേ റിക്വയർ ഡീറ്റെയിൽഡ് ചെക്കിങ്. എന്നാൽ ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത ചില എറേഴ്സ് ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനും. അതുപോലെ തന്നെ അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. എറേഴ്സ് മേ occur due to carelessness of the accounting staff or their ignorance of the principles of accounting. നമ്മൾ കുറേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിവില്ലാത്ത സ്റ്റാഫ് ആണ് അവിടെ അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാഫിൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടൊക്കെയാണ് എറേഴ്സ് സാധാരണ സംഭവിക്കാറുള്ളത്. Errors can be broadly classified into 2 types, errors of principle and clerical errors. ഈ പറഞ്ഞ എറേഴ്സ് 2 തരത്തിൽ സംഭവിക്കാം. ഒന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ ക്ലറിക്കൽ എറേഴ്സ്. ഇനി എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. Errors of principle are those errors which arise on recording the transactions in contravention to accounting principles. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെതിരായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എറേഴ്സിനെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ് എയ്തർ നോയിങ്ലി ഓർ അൺനോയിങ്ലി വൈൽ റെക്കോർഡിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്നത്, അത് തെറ്റിക്കുന്നത് ഒന്നെങ്കിൽ അറിഞ്ഞുണ്ടാവാം അല്ലെങ്കിൽ അറിയാതെയാവാം ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. ദിസ് ഹാപ്പൻസ് മെയിൻലി ഡ്യൂ ടു ഫെയിലിയർ ഇൻ പ്രോപ്പർലി ഡിസ്റ്റിങ്ക്വിഷിംഗ് ദ എക്സ്പെൻഡിച്ചർ ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ഒരു ഫെയിലിയർ സാധാരണ സംഭവിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും കൃത്യമായിട്ട് വേർതിരിക്കാതെ, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊരു ഫെയിലിയർ സംഭവിക്കുന്നത്. Under errors of principle, a capital expenditure is mistakenly taken as revenue expenditure or vice versa, or a capital receipt is taken as a revenue receipt or vice versa. അതായത് ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടോ അല്ലെങ്കിൽ നേരെ തിരിച്ച് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ എടുക്കുക. അതല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റിനെ വരവാം, നമുക്ക് ഇൻകം, ക്യാപിറ്റൽ റെസിപ്റ്റിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എടുക്കുമോ അല്ലെങ്കിൽ നേരെ തിരിച്ച്, വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ തിരിച്ചെന്നുള്ള അറിയാമല്ലോ അല്ലേ. അങ്ങനെ സംഭവിക്കുന്നതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. സച്ച് എറേഴ്സ് ബൈ ദംസെൽസ് ഡു നോട്ട് അഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. അങ്ങനെയുള്ള എറേഴ്സ് ഒരു കാരണവശാലും ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല. ട്രയൽ ബാലൻസ് എപ്പോഴും ടാലിയാവും ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ സംഭവിച്ചിട്ട്.
എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ഇൻ പർച്ചേസസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ മെഷീനറി അക്കൗണ്ട്. ഒരു മെഷീനറി വാങ്ങിച്ചതാണ്, അത് പർച്ചേസസ് അക്കൗണ്ടിലാണ് കൊണ്ട് എൻട്രി ചെയ്തത്. അത് മെഷീനറി അക്കൗണ്ടിലാണ് ശരിക്കും എൻട്രി ചെയ്യുന്നത് അല്ലേ. മെഷീനറിയിൽ നിന്ന് വാങ്ങിച്ചത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരുന്നു, അത് പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ട് എൻട്രി ചെയ്തപ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറി. Then carriage on